ഞങ്ങൾക്കും പറയാനുണ്ട്. ആദ്യ അധ്യായത്തിൽ തന്നെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഈ കുറി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് തീ പാറുമെന്നതിന്. തീ ഇപ്പോൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആദ്യത്തെ ഞെട്ടൽ തന്നെ കോൺഗ്രസിന്റെ പാളയത്തിൽ സംഭവിച്ചു. 10 വർഷം ജനപ്രതിനിധി, വെറും ജനപ്രതിനിധിയല്ല, 5 വർഷം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, 5 വർഷം പഞ്ചായത്ത് അങ്ങ് ഭരിച്ച് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ആ ആത്മവെളിപാടം ഉണ്ടാവുകയാണ്. മറ്റൊന്നുമല്ല, ഈ 10 വർഷം അങ്ങ് പോരായിരുന്നു, തഴയപ്പെടുകയായിരുന്നു, അർഹമായ പ്രാധാന്യം നൽകിയില്ല. അങ്ങനെ ആരോപണങ്ങൾ മുന്നോട്ട് പലതും വയ്ക്കാം. ഇതെല്ലാം കാണുന്ന സാധാരണ ജനമുണ്ട്. സാധാരണ ജനം ചോദിക്കുന്നത്, നിങ്ങളെയൊക്കെ ഇങ്ങനെ തഴയുവാണെങ്കിൽ ഞങ്ങളെയൊക്കെ തഴഞ്ഞത് നിങ്ങൾ ഓർത്തുവോ എന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ചില ആളുകളുണ്ട്. പറയുമ്പോൾ കുറച്ച് കനത്തിൽ പറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളല്ലല്ലോ പറയേണ്ടത് ആരാണ്? ഞങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ മത്സരം ഒക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല, അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷത്തെ ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കില്ല. കയറി ഇറങ്ങാന്നല്ലാണ്ട് ഒരു കാര്യം പഞ്ചായത്തിൽ ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല. ഇനി കയറുന്ന സ്ഥാനാർത്ഥികൾ കയറി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് ഈ നിലവില് ഇപ്പോ ഈ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മാറി വേറൊരു പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായിരുന്നു അങ്ങയുടെ നിലപാടെന്താ? അങ്ങോരെ നിലപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ നിലപാടെന്താ? എൻ്റെ നിലപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആ സീറ്റ് ചൂട് വരെ മാറിയിട്ടില്ല, അപ്പോഴേക്കും വേറൊരു പാർട്ടിയിലേക്ക് കയറി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു സുജീഷ ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചു എന്നാണോ പറയുന്നത്? അന്ന് അങ്ങനെ പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ സീറ്റിലത്തെ ചൂട് വരെ മാറിയിട്ടില്ല, ഇരുന്നതിന്റെ ചൂട്. അപ്പോഴേക്കും വേറൊരു പാർട്ടിയിലേക്ക് മാറാന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വിഷമമായി എനിക്ക് തോന്നുന്നത്. ഒരു വിഷമം തന്നെയായിരുന്നു അത്. അതായത് ഇവർ 10 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞതല്ലാണ്ട് ഒരു വികസനം ചേർപ്പ് പഞ്ചായത്തിന് ശാപം കെട്ടേണ്ടിയാണ്. ഒരാളെ കൊണ്ടു, ഏത് പാർട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു വികസനം നടന്നില്ല. മറ്റുള്ള പഞ്ചായത്തിനേക്ക് അടിസ്ഥാനം ചെറിയ പഞ്ചായത്തുകൾ, മറ്റുള്ള പഞ്ചായത്തുകൾ അവരൊക്കെയും വികസനം കാട്ടുമ്പോൾ ചേർപ്പ് പഞ്ചായത്തിന് ഒരു വികസനവും. വെറുതെ ഓരോ കാര്യങ്ങൾ കാട്ടി റോഡായാലും നാടായാലും വഴികളായാലും ഒക്കെ ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പേരിന് മാത്രം ഒന്നുമില്ല. പിന്നെ പ്രസിഡന്റ് ഇവർ പറയുന്നു 10 വർഷം അവരുടെ കുത്താണ് ഇവരുടെ കുത്താണെന്ന്. ഏത് പാർട്ടി ആയിക്കോട്ടെ ഇവരെ ഒരിക്കലും ചെയ്ത് ന്യായീകരിക്കാൻ പറ്റില്ല. ആരിച്ചാ എനിക്ക് സീറ്റ് കിട്ടിയില്ല, അത് കഴിഞ്ഞപ്പോൾ നാളെ വേറെ പാർട്ടിയിൽ കയറി, അതൊരു രാഷ്ട്രീയത്തിന് യോജിച്ചല്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവർ അതിൽ പോണത്, അല്ലെങ്കിൽ 6 മാസം മുന്നേ പോകുമായിരുന്നില്ലേ. പിന്നെ അവരെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് ആ സീറ്റ് രാജിവെച്ചുകൂടെ? അവർക്ക് എന്താ കുഴപ്പം? അവരത് ചെയ്ത് തീരെ തെറ്റാണ്. ഒരു പാർട്ടിക്കാരും ചെയ്യാൻ പാടില്ല, അവർ പാർട്ടി സ്വീകരിക്കാനും പാടില്ല ഇങ്ങനത്തെ ആൾക്കാരെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇലക്ഷൻ ചൂടെന്ന് പറഞ്ഞാൽ വമ്പൻ ചൂടാണ്. ഈ ഇലക്ഷൻ ചൂടിൻ്റെ ചർച്ചകൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഇടം പിടിക്കുന്നത് നല്ല ചൂടൻ കട്ടൻ ചായയും നല്ല പരിപ്പോടെയാണ്. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ തൊട്ടടുത്ത്, അതായത് പഞ്ചായത്തിൻ്റെ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗത്ത് പേരില്ലാത്ത ഒരു ചായക്കടയുണ്ട്. ഒരു പക്ഷേ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ എത്ര വർഷമായി ഉണ്ടാവും? 23 വർഷമായി. 23 വർഷമായിട്ട് നമ്മൾ ഈ ചായക്കട ഉണ്ടല്ലേ. പേര് ഇന്ന് വരെ ഇല്ല, പക്ഷെ പേരുണ്ട്, നല്ല പരിപ്പോടെ കിട്ടുന്ന പേരുണ്ട്. ഇനി ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും പരിപ്പോടെയൊക്കെ കൂടുതൽ കച്ചവടം ഉണ്ടോ? ഉണ്ടാവാറുണ്ട്. ഈ ചൂടൻ ചർച്ചകൾക്ക് ഇപ്പൊ സുജിയ കള്ളിയത്ത് എന്തുകൊണ്ടും മാറിയെന്ന് മാത്രമാണ് അറിയാത്തത്. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുജിയ, പിന്നെ എന്തുകൊണ്ടും മാറിയെന്നുള്ളത് നമുക്ക് അറിയാം. പരിപ്പോടെയും കട്ടൻ ചായയും കുടിക്കാൻ പോയതാണോ? അങ്ങനെ ആ വഴിയില്ല. പരിപ്പോടെയും കട്ടൻ ചായ കുറവാ. നല്ല മിടുക്കിയാണ്, പക്ഷെ എന്താ മാറിയെന്ന് നമുക്കറിയില്ല. മോശമായി പോയോ? മോശമായിന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മന്ത്രിമാര് വരെ കാല് മാറുന്ന കാലല്ലേ. എന്തായാലും
വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പല ആളുകൾക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചൂടും പരിപ്പോടുകൾ ധാരാളം ഉണ്ടാവട്ടെ അല്ലേ? പ്രാർത്ഥിക്കാം. അതെ, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഈ പഞ്ചായത്തിന് മൊത്തം ഇതുള്ളൊരു വ്യക്തിയാണല്ലോ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ. സുജീഷ കളിയത്ത് എന്ന് പറയുമ്പോൾ ആളെന്തായാലും അവരില്ലാത്തൊരു ഇതില്ലല്ലോ പഞ്ചായത്തിൽ. പ്രസിഡന്റ് ഒരു സാക്ഷ്യപത്രമായാലും എന്തായാലും പ്രസിഡന്റ് തന്നെ തരണ്ടേ. അപ്പൊ എന്തായാലും 5 വർഷം തന്നെ ആളുണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ ഉണ്ടായതിന് പെട്ടെന്ന് തന്നെ ആള് വേറൊരു ഇതാളെ ആക്കിയിട്ട് വേണമായിരുന്നു ആള് മാറാനായിട്ട്. വളരെ മോശമായി പോയി. അതാണ് യെസ്. അഭിപ്രായം. ആളായിട്ട് അടുത്ത് ബന്ധമുണ്ടോ? അടുത്ത് ബന്ധം പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് വരും, പിന്നെ അത്രയേ ഉള്ളൂ. ഫംഗ്ഷൻസ് ഒക്കെ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. അവഗണനയാണെന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. അങ്ങനെയുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അവഗണനയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഞാനൊരു ഞാനില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്തായാലും. ഇരുപത് വർഷമായിട്ട് അങ്ങ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് രാവും പകലും പ്രത്യേകിച്ച് അങ്ങയുടെ വാർഡിലടക്കം വികസനം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങക്ക് എങ്ങനെയാണ് അവഗണന കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചാലേക്ക് അത് മുഴുവൻ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. കാരണം അർഹതയില്ലാത്ത ചില ആൾക്കാരുടെ കുറേ അത് കടന്നു കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കേട്ട് നമുക്ക് പിന്നെ നോക്കാം, അത് കിട്ടും എന്നുള്ളൊരു അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സഹപ്രവർത്തക, അങ്ങയുടെ ഒപ്പ ഭരണത്തിൽ നിന്ന, അങ്ങയുടെ കൂടെ സന്തത സഹചാരിയായി നടന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ അവഗണന കാരണം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. എന്താ അഭിപ്രായം? അത് പറയണതിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സാധാരണ പ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും കൂടുതലുള്ള എല്ലാ ഇത് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ജയിച്ചു വന്ന ഉടനെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനവും 5 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഒരു സാധാരണ പ്രവർത്തകന് ഏറ്റവും മികച്ചതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഞങ്ങളെപ്പോലെ സംഭവിച്ചുള്ളത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടാവുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഇത്രയും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അത്രയും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. അതെല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും പല ചർച്ചകളും പ്രശ്നങ്ങളും, അതായത് ചർച്ചയില്ലായ്മ കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ സാവധാനം വളരെ ഭംഗിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങ് അറിഞ്ഞിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. അവർ ഇത് മാറിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോക്കായി, ചെറിയൊരു ഷോക്കായി. കാരണം അവർക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും ആളുടെ പെരുമാറ്റത്തിലൂടെ എനിക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടമാനം വ്യക്തികൾ ഇപ്പോൾ പല പാർട്ടികളായിട്ട് മാറി ചേരുന്നുണ്ട് എന്ന് കരുതി ആ പാർട്ടി നാശത്തിന്റെ വഴിയിലേക്കൊന്ന് പോകുന്നൊരവസ്ഥ ചേർപ്പിൽ തീർച്ചയായും കോൺഗ്രസ് തന്നെ നിലനിൽക്കും. അതിലൊരു യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു വ്യക്തിയല്ല, അതായത് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശൈലികളും കണ്ടുകൊണ്ടാണ് പല പാർട്ടി പ്രവർത്തകരും പാർട്ടിയിലേക്ക് ആകർഷിച്ചു വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് യുവതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് പുതിയ, അങ്ങ് സൂചിപ്പിച്ച പോലെ പുതിയ ആളുകൾ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു കനത്ത പ്രഹരല്ലേ? അത്തരത്തിലായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം കിട്ടാനുള്ളത് കിട്ടി. ഇനി അതിൽ കവിഞ്ഞിട്ടുള്ളത് വേറെ എന്തെങ്കിലും വല്ല സ്ഥാനങ്ങൾക്ക് അവർക്ക് ലഭിക്കാൻ വല്ല മനസ്സിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി അത് ലഭിക്കില്ല എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ പ്രധാന വിഷയങ്ങളൊന്നുമില്ല. കാരണം പോയവരൊക്കെ ഒരു പരിധിവരെ തിരിച്ചു വന്നുള്ള ചരിത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. അടുത്ത് പോലും സ്വീകരിക്കും. അത് ആ സമയത്തെ പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. എനിക്ക് ഒറ്റയ്ക്കൊരു അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ല, നമുക്ക് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവരത് ഒരു സൂചനയില്ലാതൊരു പെട്ടെന്നൊരു പോക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്ര വലിയ അവഗണന ഉണ്ടായത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെ അറിവ്. ചേട്ടാ, അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല ചൂടാണ്. കാരണം വൃശ്ചികമൊക്കെ ആയാലും തെരഞ്ഞെടുപ്പിന് ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സംഭവങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. എന്താ അഭിപ്രായം? സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ കലാപമാണെങ്കിലും ഒരു ജനാധിപത്യത്തിന് നിരക്കാത്ത, എന്താ പറയുക, ജനാധിപത്യത്തെ തന്നെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആലോചിക്കേണ്ടത്, ഇപ്പം എൻ്റെ പാർട്ടിയിലുള്ളവർ കോൺഗ്രസ്സാണ്. അവർ കഴിഞ്ഞ 9 വർഷക്കാലം 5 കൊല്ലം പഞ്ചായത്ത്, 10 വർഷക്കാലം 5 കൊല്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ചതി പ്രയോഗത്തിലൂടെ അവിടെ കൂറുമാറുക. അത് ജനാധിപത്യ കേരളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വിശ്വാസികളുടെ നാടായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ അംഗീകരിക്കില്ല. അത്തരം കൂറുമാറ്റങ്ങൾ എന്നും തിരസ്കരിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ് ചേർപ്പ്.
അത് തന്നെ ഇവിടെ ആവർത്തിക്കുമെന്നാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വിശ്വാസം. തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുമോ? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്ക് വലിയ ഗുണം ചെയ്യും. തരത്തിൽ? കാരണം കോൺഗ്രസ് ജയിക്കുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പല സമയങ്ങളിൽ മാറി മാറി നിലപാടുകൾ സ്വീകരിക്കുക. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ജയിച്ചാൽ അവരിൽ ആരൊക്കെ എനിക്ക് ആരും മാറില്ല കൂറുമാറില്ല എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണമായി ഇപ്പോൾ അവസാനമായി ലോഹിയേട്ടൻ പറഞ്ഞത് നല്ലൊരു ഓഫർ കൊടുത്താൽ ചാടും. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ നിഷ്പക്ഷമായി അത് കാണുക? എങ്ങനെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുക കോൺഗ്രസിന്? എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ ഈ കുറി തെരഞ്ഞെടുപ്പിൽ നല്ല ചൂട് പിടിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് പഞ്ചായത്തിന്റെ തൊട്ട് പുറകിൽ വലിയൊരു ശിലാഫലകം കൊണ്ട്. അതെ, ഇത് തന്നെ മതി. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസിന്റെ പതനത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ഫലകമാണ് നമ്മുടെ മുമ്പിൽ. പതനം പേടിച്ചിട്ടാണോ ചാടിപ്പോയത്? അറിയില്ല. അതിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ അതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ തവണ 5 വർഷക്കാലം, പ്രത്യേകിച്ച് അതിലെ കോൺഗ്രസിന്റെ ചില മാന്യന്മാരെ മെമ്പർമാർ, ഞാൻ അവരെ അങ്ങനെ തന്നെ പറയും, അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവരാവശ്യപ്പെട്ട മുറയ്ക്ക് ഈ സ്ഥാപനം നിലനിർത്താൻ നിങ്ങളുടെ പാർട്ടിയുടെ സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനമെടുത്ത് ഞങ്ങൾ പിന്തുണ കൊടുത്തതാണ്. എന്നാൽ ഈ കമ്മ്യൂണിറ്റി ഹാളിനെ മനോഹരമാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് സഹായം വേണം, ആ സഹായം ഈ കാലയളവിൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങളുടെ പാർട്ടി. ദീർഘകാലമായി ചേർപ്പിന്റെ പൾസറിയാണ് ലോഹിയേട്ടൻ. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ എങ്ങനെയാണ് ഒറ്റ വാക്കിൽ നോക്കിക്കാണുന്നത്? എന്ത് പ്രവർത്തി അവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാ? ഇത്രയും വലിയ പഞ്ചായത്ത്, ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് ചേർപ്പ്. പണ്ട് ഞങ്ങളിത് മുനിസിപ്പാലിറ്റി ആക്കണമെന്ന് ആഗ്രഹിച്ചത് ഇതും തൃപ്പയാറും. അത്രയും വലിയൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ ഭരണപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് അവർക്ക് ഒരു സിമ്പിൾ ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ കാലത്ത് ഇന്നത് കൊണ്ടുവന്നു, ആരോഗ്യരംഗത്ത് ഞങ്ങൾ ഇന്നത് നടപ്പിലാക്കി, അല്ലെങ്കിൽ റോഡുകളുടെ കാര്യത്തിൽ ഇന്നത് ഞങ്ങൾ ചെയ്തു, ഒക്കെ പോട്ടെ. അംഗനവാടി ഇപ്പൊ ഈ മറുകണ്ഠം ചാടിയ പ്രവർത്തനത്തെ മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞാൽ അത് അവരുടേതായ വ്യക്തിപരമായ ലാഭങ്ങളോ ഇനി മറ്റെന്തെങ്കിലും ലാഭമാണോ എനിക്ക് അറിയില്ല. ലാഭത്തിന്റെ നിരക്കില്ല, ഒരിക്കലും നിരക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് തൻ്റെ സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുക എന്ന് പറഞ്ഞ ഏത് പൊതുപ്രവർത്തകനായാലും പൊതുപ്രവർത്തകയായാലും അത് ജനാധിപത്യ കേരളവും ജനാധിപത്യ പഞ്ചായത്തും അത് തള്ളിക്കളയും. അതുകൊണ്ടൊരു ലാഭം ഇവിടെ BJPക്ക് ഉണ്ടാകാനും പോകുന്നില്ല. അടിപൊളിയിട്ട് പറയുന്നു ഞാൻ. ആ ചാട്ടം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂറുമാറ്റം കൊണ്ട് BJPക്ക് ഒരു നേട്ടവും ചേർപ്പ് പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും BJPക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറും എന്നാണ് എനിക്ക് തോന്നിയത്, എൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസ് എന്നോ മറ്റുള്ള പാർട്ടിയെന്നല്ല, അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിനൊപ്പമാണ്. എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനിപ്പോൾ ഒരു 40 വർഷത്തോളമായിട്ടുണ്ട്. ഈ 40 വർഷമായിട്ട് അങ്ങ് ഒരു വാർഡ് മെമ്പറെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമില്ലേ? ഒരുപാട് ആഗ്രഹമുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. അവസരം കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 10 വർഷമെല്ലാം ചില സീറ്റുകളിൽ ഇരുന്ന ആളുകൾ അവസരങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട് മറുകണ്ഠം ചാടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ 10-40 വർഷമായിട്ട് ഈ രംഗത്ത് നിന്നിട്ട് ഒരു സീറ്റ് പോലും ആഗ്രഹിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ആകെ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള ഈ പൊതുരംഗത്ത് വന്നിട്ട് അതിൽ 5 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ബാക്കി 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നു. എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ അവഗണിച്ചു എന്നാണ്. അപ്പം ഞങ്ങളൊക്കെ എന്ത് പറയണം? 40 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്ന അങ്ങേ പോലുള്ള ആളുകൾ എന്ത് പറയണം? അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും രാവും പകലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ചുവരെഴുതുവാനും പോസ്റ്റർ ഒട്ടിക്കുവാനും എന്തിനേറെ പറയുന്നു മുദ്രാവാക്യം വിളിക്കുവാനുമെല്ലാം ഊണും ഉറക്കവുമെല്ലാം കളഞ്ഞു നടക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഇതുപോലെ നേതൃത്വ സ്ഥാനത്ത് എല്ലാ അധികാരങ്ങളും കിട്ടുന്ന, എല്ലാ അധികാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറയണമെന്നാണ് പൊതുപ്രവർത്തകർ ചോദിക്കുന്നത്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ എന്തിനാണ് ഇതിനു മുൻപൊന്നും ആരും പാർട്ടി മാറി പോയിട്ടില്ലേ, ഇതിനു മുൻപൊന്നും ആരും പക്ഷത്തേക്കൊന്നും പോയിട്ടില്ലേ എന്ന് പ്രേക്ഷകരടക്കം ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ മറ്റാര് പോയതിനേക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, ഭരണപക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു മികച്ച സേവനം നടത്തിയിരുന്ന ഒരാൾ അതിൻ്റെ കസേരയിലിരുന്ന് എണീറ്റതിൻ്റെ ചൂട് പോലും മാറാതിരുന്ന് ആ നിമിഷത്തിൽ മറുകണ്ഠം ചാടുമ്പോൾ ഇത്രയെങ്കിലും ഞങ്ങൾ ചോദിക്കണ്ടേ? ഞങ്ങളല്ല ചോദിച്ചത്,
ഉത്തരം പറഞ്ഞത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ കാണാം മറ്റൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൻ ചർച്ചയുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.